അങ്ങനെ ദാ നമ്മളെ ട്രെയിന് 12:05 ആയപ്പോ തന്നെ കാഞ്ഞങ്ങാട് എത്തിട്ടോ. ഇനി നമ്മളെ കുട്ടികളെയും പെട്ടിയൊക്കെ എടുത്ത് കേറാനെടോ. ട്രെയിൻ കേറുന്ന വരെ നമ്മള് നാട്ടിലെത്തിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഫുൾ പ്ലാനിങ്ങിലായിരുന്നു ട്ടോ. എന്തായാലും ആ പ്ലാനിങ് പോലെ നടന്നാ മതി. എല്ലാ പ്രാവശ്യം ഇതേപോലെ ഫുൾ പ്ലാനിങ് ഒക്കെ ഉണ്ടാവലുണ്ട്. പക്ഷെ നടക്കലില്ലേ. എത്ര ആയാലും സമയം അങ്ങോട്ട് തികയില്ലടോ. സമയം നമ്മൾ ആരെയും കാത്തിരിക്കണമെന്നല്ലല്ലോ. ട്രെയിൻ കയറി കാഞ്ഞങ്ങാട് സ്റ്റേഷൻ വിടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തോണ്ടൽ തുടങ്ങിട്ടോ. അപ്പം ഈ തോണ്ടൽ എന്തിനാന്നറിയോ? നമ്മളെ ട്രെയിൻ കേറുന്നതിന് മുമ്പ് തന്നെ ട്രെയിനിന്ന് കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് സ്നാക്സും ഫ്രൂട്ടിയും ഒക്കെ വാങ്ങിനല്ലോ. അപ്പൊ അതിപ്പോ തന്നെ കഴിക്കണം. ഓനിപ്പോ തന്നെ വിശക്കുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു തോണ്ടലൊക്കെ. മൂത്താളെ കഴിയണതും പറയുന്നുണ്ട് ഇപ്പൊ കഴിക്കേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന്. പക്ഷെ അതൊന്നും അവന്റെ ചെവിയിൽ പോണില്ല. അവൻ ഇപ്പൊ അത് കഴിച്ചിട്ട് അതവിടെ ഫിനിഷ് ആക്കണം. കണ്ടില്ല നിങ്ങള് അതത് കിട്ടിയപ്പോ അവന്റെ മുഖത്തുള്ള സന്തോഷം നോക്കി. പിന്നെ അത് പൊട്ടിച്ച് കുറച്ച് കഴിച്ചപ്പോ തന്നെ ഓന് മതിയായിട്ടോ. പിന്നെ അടുത്ത ഫ്രൂട്ടി. ട്രെയിനിൽ ഇന്ന് അധികം കച്ചവടക്കാരൊന്നും ഇല്ല. എന്നാലും എനിക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ട്. ഇനിയിപ്പൊ ഈ തെറ്റിൽ എന്തിനാന്നല്ലേ പറഞ്ഞിട്ടോ. ഓന്റെ ഫ്രൂട്ടിയും സ്നാക്സ് ഒക്കെ ഓൻ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് മറ്റോന്റെതാണ്. മറ്റോന്റെ ഫ്രൂട്ടി കിട്ടാൻ വേണ്ടിട്ടാണ് ഈ തെറ്റിൽ. ഇനിയിപ്പോ മറ്റോന്റെ ഫ്രൂട്ടി കിട്ടി കുടിക്കാതെ ഓനൊരു സമാധാനം ഉണ്ടാവില്ലടോ. ഞാൻ പിന്നെ വിചാരിച്ചു എന്തിനാ പോന്റെ സമാധാനം കളയണേ. ആ ഫ്രൂട്ടി ഓനക്കട് കൊടുത്തി. എന്താ പോന്റെ സന്തോഷം കണ്ടില്ലേ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നീ ഈ ഫ്രൂട്ടി കഴിക്കണ വരെ ഉള്ളൂ ഒരു സമാധാനം. ഏതായാലും ഫ്രൂട്ടിയും സ്നാക്സ് ഒക്കെ ഓന്റെ മേലും നമ്മളെ മേത്തും തൊട്ടടുത്തിരിക്കണവരുടെ മേലൊക്കെ ആക്കി കിട്ടും. നീ ഈ പുഞ്ചിരി എന്തിനാ പണ്ട് നമ്മൾ പറയലുണ്ടല്ലോ കുറുക്കൻ ചെത്താലും കണ്ണ് കോഴിക്കോട്ട് കാണുന്നു. അതേപോലെയാണ് ട്ടോ ഓന്റെ അവസ്ഥ. കണ്ടില്ല ഓന്റെ കണ്ണ് പോയത് ആ കാണുന്ന ലേസുമൊക്കെയാണ്. ട്രെയിനിലുള്ള കച്ചവടക്കാർക്ക് കച്ചവടം കൊടുക്കാത്തോണ്ട് തന്നെ ആ സങ്കടം തീർക്കാൻ വേണ്ടിട്ട് കോഴിക്കോട് ഇറങ്ങിയപ്പോ തന്നെ ഓലിനോട് പൈസ ഈടാക്കിയിടോ. ഇവന്മാരെ പോലെയുള്ള ഓരോരുത്തരും ഉണ്ടായിട്ടാണ് കേട്ടോ കച്ചവടക്കാരുടെ കഞ്ഞികൂടി മുട്ടാത്തത്. അങ്ങനെതാ സ്റ്റേഷന്റെ പുറത്ത് നമ്മളെയും വെയിറ്റ് ചെയ്ത് 2 ദിവസം മുന്നേ പോയ ഒരാളുണ്ടല്ലോ ആള് വെയിറ്റ് ചെയ്യും. ഇനി നമ്മള് കോഴിക്കോട് എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ. ടേക്ക് കെയർ. ബൈ.